ശ്രീ എ കെ ഷാനിബ്, താങ്കൾ സജീവമായിരുന്ന ഒരു പാർട്ടിയാണ്. അവിടുത്തെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് താങ്കൾ ഇറങ്ങി വന്നത്. അന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചു അതൊരു രാഷ്ട്രീയ ആരോപണമാണെന്ന്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് ഓരോ നിമിഷവും ബോധ്യമാകുകയാണ് താങ്കൾ പറഞ്ഞത്, സരിൻ പറഞ്ഞതൊക്കെ വളരെ ശരിയാണ് എന്ന് അടിവരയിടേണ്ട സാഹചര്യങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ റജി പറയുന്നത് ഇതൊന്നും ഒരു അത്തരത്തിലുള്ളൊരു വ്യാഖ്യാനത്തിലേക്ക് പോകേണ്ട കാര്യമില്ലെന്ന്. ആണോ? അങ്ങനെയാണോ? ആർക്കാണ് കോൺഗ്രസിൽ റെഡ് അലർട്ട്? തീർച്ചയായും അതിപ്പോൾ കേരളത്തിലെ ഏതൊരു സാധാരണക്കാരനോട് ചോദിച്ചാലും ഞങ്ങൾ അന്ന് പറഞ്ഞത്, ഇപ്പോൾ എനിക്ക് ഒരുപാട് കോളുകൾ വരുന്നുണ്ട്. കോൺഗ്രസ്സുകാരായിട്ടുള്ള ആളുകൾ വിളിക്കുന്നുണ്ട്, അതുപോലെ മറ്റ് രാഷ്ട്രീയത്തിലുള്ള ആളുകൾ വിളിക്കുന്നുണ്ട്, സാധാരണക്കാരായിട്ടുള്ള രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന ആളുകൾ വിളിക്കുന്നുണ്ട്. അപ്പം അന്ന് നിങ്ങൾ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഇപ്പോൾ അത് പുലർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ അന്ന് പറഞ്ഞ ഓരോ കാര്യങ്ങളും അത് തെളിവ് സഹിതം ഓരോന്നോരോന്നായിട്ട് വ്യക്തമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ അന്ന് പറഞ്ഞ ഒരു കാര്യം, ഇവിടെ ഒരു വിഭാഗത്തെ അടിച്ചമർത്തി ഇല്ലാതെയാക്കി ഇപ്പോൾ രമേശ് ചെന്നിത്തലയെ ഒതുക്കിയതിന് ശേഷം വി.ഡി. സതീശൻ്റെ നേതൃത്വത്തിലുള്ളൊരു മൂവ്മെൻ്റ് ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുക. പക്ഷേ ഒരു ഘട്ടമെത്തുമ്പോൾ, നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടമെത്തുമ്പോൾ വി.ഡി. സതീശനെയും ഒതുക്കി പുതിയ ഒരാൾക്ക് വരാനുള്ള ഒരു കളമൊരുക്കുകയാണ് എന്ന് ഞാൻ അന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ ഞാൻ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഞാനിതൊക്കെ അന്ന് പറഞ്ഞാണ് എന്ന് പറയുന്നതല്ല. കൃത്യമായിട്ട് അന്ന് ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് അന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇത് കോൺഗ്രസിനകത്ത് ഇത്തരത്തിലുള്ള ഇപ്പോൾ ഗ്രൂപ്പുകളൊക്കെ കോൺഗ്രസിനകത്ത് മുമ്പും ഉണ്ടായിട്ടുണ്ട്. കെ കരുണാകരനും എ കെ ആൻ്റണിയും, അതുപോലെ ഉമ്മൻചാണ്ടി പിന്നീട് ഗ്രൂപ്പിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുന്നു, രമേശ് ചെന്നിത്തല ഒരു വിഭാഗത്തിൻ്റെ നേതാവാകുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ കോൺഗ്രസിനകത്ത് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ അതിനകത്ത് അല്പമെങ്കിലും നീതീകരിക്കാവുന്ന ചില കാര്യങ്ങളും പുതിയ തലമുറയിൽപ്പെട്ട ആളുകളെ കൊണ്ടുവരുന്ന കാര്യത്തിലൊക്കെ അവരുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ട് പുതിയ പുതിയ ആളുകളെ കൊണ്ടുവരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു കുറേ വർഷങ്ങൾക്ക് മുമ്പ്. പക്ഷെ ഇപ്പോൾ ഓരോ ആളുകളുടെയും പ്രവർത്തന പാരമ്പര്യത്തിനപ്പുറത്ത്, പ്രവർത്തന പരിചയത്തിനും അപ്പുറത്ത് നേതാക്കന്മാരോടൊപ്പം അടിയുറച്ച് നിൽക്കുന്നുണ്ടോ, എന്നോടൊപ്പം അടിയുറച്ച് നിൽക്കുമോ, അങ്ങനെ ഒരാളാണെങ്കിൽ അയാൾ എത്ര മോശപ്പെട്ട ആളാണെങ്കിലും, അയാൾ ഈ പറഞ്ഞ പോലെ വർക്ക് ഫ്രം ഹോം ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പോലും അവരെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുന്നു. ഒരു സംഭാവനയും ഈ പാർട്ടിക്കോ സംഘടനക്കോ യൂത്ത് കോൺഗ്രസിനോ കെ എസിനോ നൽകാത്ത ആളുകളെ പോലും നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. ഇതിനെതിരെ ആരും ശബ്ദിക്കുന്നില്ല എന്നുള്ളതാണ്.